വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് PK ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചു. ഏപ്രിൽ 25-ന് വടകര പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഇരയാണ് താനെന്നും കേസിലെ ഗൂഢാലോചന, വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെപ്പറ്റി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകണം എന്നുമാണ് ഖാസിമിന്റെ ആവശ്യം. PK ഖാസിമിന്റെ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ശ്യാം ദേവരാജ് ചേരുകയാണ്. ശ്യാം, ഈ വിഷയം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട KK ലതിക അടക്കം ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേസ് അന്വേഷണം പുരോഗമിക്കുകയുമാണ്. അപ്പോഴാണ് ഇത്തരം ഒരു ഹർജി വരുന്നത്. അൻസു, അങ്ങനെ തന്നെയാണ്. ഈ വിവാദങ്ങളുടെ തുടക്കം, അതായത് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത്തരമൊരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നാണ് ഈ PK ഖാസിം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. 26-നായിരുന്നു തെരഞ്ഞെടുപ്പ്. അതേ ദിവസം തന്നെ ഈ വ്യാജ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക്, റൂറൽ പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. വടകര പോലീസ് സ്റ്റേഷനിലേക്കും ഇതിന്റെ പരാതി അന്ന് തന്നെ നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി അനുസരിച്ച് യാതൊരു നടപടിയും 1 മാസം കഴിഞ്ഞിട്ടും പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ PK ഖാസിം നൽകിയ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ശരിയായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് PK ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഇരയാണ് താൻ എന്നാണ് PK ഖാസിം ഈ ഹർജിയിൽ പറയുന്നത്. ഏപ്രിൽ 25-ന് വടകര പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും ഈ വിഷയത്തിൽ, അതായത് ഹൈക്കോടതി വടകര പോലീസിന് നിർദ്ദേശം നൽകണം. സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അത്തരമൊരു നിർദ്ദേശമാണ് നൽകേണ്ടത്. കേസിലെ ഗൂഢാലോചന, ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിലെ ഗൂഢാലോചന, അത് പ്രചരിപ്പിച്ചതിലെ ഗൂഢാലോചന, വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെ പറ്റി അന്വേഷിക്കാനും പോലീസിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ആവശ്യം. ജസ്റ്റിസ് ബെച്ചു കുര്യൻ വ്യക്തമാണ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് PK ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.